എല്ലാവർക്കും BNB ഫാമിലിയുടെ പുതിയൊരു സൈറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്നൊരു ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാളും കിച്ചണുമാണ് കാണിക്കാനുള്ളത്. അപ്പോൾ ഹാളിനകത്ത് നമ്മളൊരു സാധാരണ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു TV സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു പിസ്താഗ്രീനും വുഡും ചേർന്ന് മിക്സായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിസ്താഗ്രീൻ പാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡിൻ്റെ ഒരു ചെറിയൊരു സ്പോട്ട് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു തട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ വുഡിൻ്റെ ഡോറും സെൻറ്ററിൽ നമ്മൾ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ വുഡിൻ്റെ ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല വുഡും വൈറ്റും കൂടെ ചേർന്നൊരു കോമ്പിനേഷനുള്ള പാർട്ടീഷനാണ് ഹാളിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഹാളിനകത്ത് നമ്മളൊരു വാഷിംഗ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് കൗണ്ടർ കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ ഹാളിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഷ് ബേസിൻ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബോക്സും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു പിസ്താട തന്നെ ഒരു പാനലിങ്ങും ചെയ്ത് താഴെ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാഷിംഗ് സംബന്ധമായ സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറേജ് ചെറിയൊരു സ്പേസാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ കിച്ചണല്ല, ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നമ്മൾ തന്നെ ബോക്സ് അടിച്ച് ചെയ്തിരിക്കുന്ന സ്ലാബൊന്നുമല്ല, ബോക്സ് അടിച്ച് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന കബോർഡാണ്. അപ്പോൾ നമ്മൾ മേളിലൊക്കെ അത്യാവശ്യം തട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ? അതുപോലെ തന്നെ നമ്മളൊരു മെയിനായിട്ടും എല്ലാ വീട്ടിലും വെക്കുന്ന രീതിയിൽ തന്നൊരു കട്ട്ലറി വെച്ചിട്ടുണ്ട്. ഷീറ്റ് കട്ട്ലറിയാണ്, സ്ലേക്കിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പുള്ളൗട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പുള്ളൗട്ട് നമ്മൾ അത്യാവശ്യം ബോട്ടിലുകളൊക്കെ വെക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ 4 ഇഞ്ച് ഫ്ലോറിൽ നിന്ന് 4 ഇഞ്ച് ഹൈറ്റ് പൊക്കിയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തട്ട് ഇതുപോലെ ഇത്രയും ഹൈറ്റിൽ നമുക്ക് തട്ട് കിട്ടും. 4 ഇഞ്ച് ഹൈറ്റിൽ ചെയ്യുന്ന കാരണം ആ 4 ഇഞ്ചും കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഫ്ലോറിൽ ഹൈറ്റ് കിട്ടും. നമ്മൾ ഇതുപോലെ ഷീറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്ലോറിലല്ല 4 ഇഞ്ച് ഹൈറ്റ് പൊങ്ങിയാണ് നമ്മൾ ഇതിൻ്റെ അടിവശം എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും എല്ലാം നമ്മൾ തട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ കിച്ചണകത്ത് ചെയ്തിരിക്കുന്ന വർക്ക്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിവിടെ പ്രൊഫൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ നമ്മൾ ഈ ജയുടെ ഔട്ടർ സെക്ഷൻ ഇട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ലെവലായിട്ട് ഫ്രെയിമിനകത്ത് എല്ലാം നിൽക്കും. അതുകൊണ്ട് നല്ല ഭംഗിയാണ്, ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ അതിന് അടിയിൽ ഷീറ്റ് വരും, അകത്ത് തട്ടിന് ഷീറ്റ് വരും. 2 രീതിയിൽ നമ്മൾ ഷീറ്റ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. പിന്നെ നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്, ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. വർക്ക് ഏരിയക്കകത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു തട്ടും. ഇതും അതുപോലെ തന്നെ നമ്മൾ ബോക്സ് അടിച്ച് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കബോർഡാണ്. സെയിം രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലൊരു വർക്ക് ഏരിയയാണ്. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു വർക്കാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ.